കയ്യിലുള്ളത് ഇൻസ്റ്റാ 360 X5-ൻ്റെ എസെൻഷ്യൽ ബണ്ടിലാണ്. ഇത് വാങ്ങാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ പുതിയതായിട്ടൊരു ഇൻസ്റ്റാ 360 എടുക്കണം എന്ന് പ്ലാൻ ചെയ്ത സമയത്ത് ഞാൻ കുറേ റിസർച്ച് ചെയ്തു. അതായത് എന്ത് ടൈപ്പ് ഓഫ് ബണ്ടിൽ വാങ്ങണം, അല്ലെങ്കിൽ ഈ X5-ൻ്റെ എന്ത് ആക്സസറീസ് എടുക്കണം, അങ്ങനെയുള്ള ഒരു കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ അധികം റിസർച്ച് ചെയ്തിട്ടാണ് ഈ ഒരു എസെൻഷ്യൽ ബണ്ടിൽ ഞാൻ വാങ്ങിയത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു യൂറോപ്യൻ ട്രക്ക് ഓപ്പറേറ്ററാണ്. അപ്പം എൻ്റെ യൂസിനനുസരിച്ചിട്ട് ഇതിലെന്തൊക്കെ വരുന്നു എന്ന് നോക്കിയിട്ടാണ് ഞാനിത് വാങ്ങിയത്. അപ്പം ഇതിൽ വരുന്ന ആക്സസറീസ് കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ ഈ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, വരൂ, പുറത്തേക്ക് വരൂ. ഓക്കെ, ഈ ബോക്സിൽ ഇൻസ്റ്റാ 360-യുടെ ഒരു കേസ് ഉണ്ട്, സെൽഫി സ്റ്റിക്ക് ഉണ്ട്, എക്സ്ട്രാ ബാറ്ററീസ് വരുന്നുണ്ട്, അതുപോലെ ഇത് യൂസർ മാനുവലും മറ്റ് സാധനങ്ങളും ഒക്കെയാണ്. ഇത് എക്സ്ട്രാ ബാറ്ററീസ് ആണ്. ഒരു നമുക്ക് കൂടുതൽ റെക്കോർഡിംഗ് ടൈം കൂടുതൽ കിട്ടാനായിട്ട് നമുക്കിപ്പം അല്ലെങ്കിൽ കണ്ടിന്യൂസ് റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു എക്സ്ട്രാ ബാറ്ററി നമുക്ക് ആവശ്യമുണ്ട്. അപ്പം ഞാൻ ഇത് സെലക്ട് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്, ഇതിലൊരു എക്സ്ട്രാ ബാറ്ററിയും അതുപോലെ തന്നെ ഒരു യൂട്ടിലിറ്റി ചാർജിങ് കേസും ഇതിൽ ഇൻക്ലൂഡ് ആണെന്നുള്ളതാണ്. കാര്യം നമ്മളിത് സെപ്പറേറ്റ് വാങ്ങുമ്പോൾ നല്ല റേറ്റ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. നമ്മളത് ആക്സസറീസിൻ്റെ ലിസ്റ്റൊക്കെ എടുത്തിട്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഒരു എസെൻഷ്യൽ ബണ്ടിലേക്ക് എത്തിയത്. കാര്യം അതല്ലാതെ വേറൊരു ഓപ്ഷൻ ഞാൻ കണ്ടത്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്റ്റാൻഡ് അലോൺ ഇത് മാത്രം വാങ്ങണം. അപ്പോൾ ക്യാമ് മാത്രം വാങ്ങിയിട്ട് പിന്നെ ഈ ആക്സസറീസ് വാങ്ങുമ്പോൾ നല്ല റേറ്റ് വരുന്നുണ്ട്. അതല്ലാതെ ഞാൻ ഈ ബണ്ടിൽ നോക്കാൻ കാര്യം, എക്സ്ട്രാ ഇപ്പം നമ്മൾ കണ്ടിന്യൂസ് ഷൂട്ടിംഗ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് എക്സ്ട്രാ ബാറ്ററീസും അതുപോലെ തന്നെ ചാർജിങ് കേസും, ഫാസ്റ്റ് ചാർജിങ് കേസ് ഉണ്ട്. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ 2 ബാറ്ററീസും ഈ ചാർജിങ് കേസും ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് വലിയ ഇൻട്രപ്ഷൻ ഇല്ലാണ്ട് റെക്കോർഡിങ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ലെൻസ് ഗാർഡ്. ഈ ലെൻസ് ഗാർഡ് നല്ല എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. കാര്യം നമ്മുടെ ഈ ഒന്നാമതേ അറിയാലോ, ഈ ക്യാമറയുടെ ലെൻസസ് ഇങ്ങനെ പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പാണ്. അതുപോലെ തന്നെ ഒരു പൗച്ചുണ്ട്. ഈ പൗച്ചിൽ ഒരു ചാർജിങ് കേബിളും അതുപോലെ ലെൻസ് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു ക്ലോത്ത്. ഇത്രയാണ് ഈ പൗച്ചിൽ വരുന്നത്. നെക്സ്റ്റ് ഈസ് ദ ക്യാം. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. X4-നെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു പ്രീമിയം ഫിനിഷ് ഈ ഒരു ഡിസൈനൊക്കെ നല്ല രസമായിട്ട് തോന്നുന്നുണ്ട്. ലെൻസ് ഗാർഡ്സ്, സിലിക്കൺ ഗാർഡ്സ് ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം. ഇതാണൊരു ഓവറോൾ ലുക്ക് വരുന്നത്. 2 സൈഡിലും ലെൻസസ് ഒക്കെ ആയിട്ട്. ഇതിലിപ്പം ഓൾറെഡി ബാറ്ററി ഒരെണ്ണം ഞാൻ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ബാറ്ററി ചാർജർ കേസ്. ഇത് നമുക്ക് അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെ അറൗണ്ട് ഒരു 20 മിനിറ്റ്സിൽ ഫുൾ ബാറ്ററി ചാർജ് ആവും. ഇതിൽ തന്നെ ഒരു കേബിൾ വരുന്നുണ്ട്. ഈ കേബിൾ നമ്മളിങ്ങനെ എടുത്തിട്ട് നമുക്കിതൊരു എക്സ്റ്റേണൽ പവർ യൂണിറ്റിൽ ചാർജ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ പവർ അഡാപ്റ്റർ യൂസ് ചെയ്യാനായിട്ട് പറയുന്നത്, സജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു പവർ അഡാപ്റ്റർ എന്ന് പറയുന്നത് 30 വാട്ട്സ് മുതലുള്ള ചാർജേഴ്സ് അതിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു 60 വാട്ടോ 120 വാട്ടോ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാര്യം ഇതിനാവശ്യമുള്ള പവർ മാത്രമേ ഇത് കൺസ്യൂം ചെയ്യുള്ളൂ. സോ അത് സേഫ് ആയിരിക്കും. മിനിമം ഒരു 30 വാട്ട് വേണം. പിന്നെ ഇതിൻ്റെ ബാക്കിൽ നമുക്കൊരു 3 മെമ്മറി കാർഡിനുള്ള സ്ലോട്ട് വരുന്നുണ്ട്. സ്റ്റോറേജിനുള്ള സ്ലോട്ടാണ്. ഇന്ന് ഇൻസ്റ്റാ 360-യുടെ കുറച്ച് X5-ൻ്റെ ആക്സസറീസ് നോക്കാം നമുക്ക്. ഫസ്റ്റായിട്ട് മൈക്ക് എയർ എന്ന് പറയുന്നത്, ഇൻസ്റ്റാ 360 മൈക്ക് എയർ എന്ന് പറയുന്ന മോഡലാണ്. അടിപൊളി ഒരു പാക്കാണ്. ഇത് ഇൻസ്റ്റാ 360 ഈ മൈക്ക് എയറിൻ്റെ ട്രാൻസ്മിറ്റർ. ഇതാണ് മൈക്ക് വരുന്നത്. നല്ലൊരു ക്യൂട്ട് സാധനം. മാഗ്നറ്റിക് ബട്ടൺ. മൈക്ക് കണക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്രീൻ വന്നിട്ടുണ്ട്. ഏത് സൈഡ് ഓട്ടണം അതും കണ്ടുപിടിക്കണമല്ലോ. ഓക്കെ, ഹലോ മൈക്ക് ചെക്ക്. ഇറ്റ്സ് ഇറ്റ്. മൈക്കിൻ്റെ കൂടെ വരുന്ന ആക്സസറി എന്ന് പറയുന്നത് വിൻഡ് റിഡക്ഷനുള്ള, നമ്മൾ ഔട്ട്ഡോറൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ വിൻഡ് റിഡക്ഷനുള്ള ഒരു കേസ്, ഒരു കവർ പോലത്തെ സാധനം വരുന്നുണ്ട്. പിന്നെ നോർമൽ
ചാർജിങ് കേബിൾ, അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു പെൻഡൻ്റായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു പോർഷൻ, അതും ഒരു മാഗ്നറ്റിക് പീസാണ്. നമുക്കിങ്ങനെ പെൻഡൻ്റായിട്ട് ഇട്ടിട്ട് ഇപ്പോൾ ഷർട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇട്ടിട്ട് ഈ പൊസിഷനിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പിൽ മൈക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം. നെക്സ്റ്റ് ഐറ്റം ഈസ്, ഇത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഐറ്റമാണ്. ഇത് നമ്മുടെ കാറിൻ്റെയൊക്കെ നമുക്ക് എക്സ്റ്റേണൽ മൗണ്ടായിട്ട് യൂസ് ചെയ്യാവുന്ന നല്ലൊരു മൗണ്ടാണ്. ഒരു ഡബിൾ സെക്ഷൻ കപ്പ് മൗണ്ടാണ്. ഞാൻ ഒരുപാട് ബ്രാൻഡിൻ്റെ അന്വേഷിച്ച് നോക്കി, പക്ഷേ നല്ല റിവ്യൂസ് വരുന്നതും അല്ലെങ്കിൽ നമുക്ക് ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ കപ്പ് മൗണ്ട് എനിക്കിതാണ് ഫൈൻഡ് ചെയ്യാൻ പറ്റിയത്. സ്മോൾ റിഗ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. നൈസ്. ഇതാണ് സാധനം. ഇത് ഞാൻ ഓൾറെഡി വണ്ടിയുടെ അകത്ത് ഫസ്റ്റ് ഞാൻ അകത്തൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കി. കൊള്ളാം, നല്ല ഫേമായിട്ട്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നെഗറ്റീവ് റിവ്യൂസ് ഒന്നും പറയാനില്ല. ഈ സാധനം നല്ല ഫേമായിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കൊള്ളാം. എന്തായാലും ഇത് എക്സ്റ്റേണലി ഒന്നും മൗണ്ട് ചെയ്തിട്ടില്ല. എക്സ്റ്റേണലി മൗണ്ട് ചെയ്ത് നോക്കുമ്പോഴേ നമുക്കതിൻ്റെ ഒരു കപ്പാസിറ്റി മനസ്സിലാവുള്ളൂ. ഇത് റിവ്യൂവിനനുസരിച്ച് സാധനം ഉണ്ടെന്നുള്ളത് അത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് 2 സക്ഷൻ കപ്സ് 2 നല്ല ഒരു ക്രോസ് ബാർ, അതിൻ്റെ മുകളിൽ മാജിക് ആം വന്നിട്ട് പല ബ്രാൻഡിൻ്റെ ഞാൻ വേറെ 1-2 ബ്രാൻഡ് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ സക്ഷൻ കപ്പ് നല്ലതാണെങ്കിലും ഈ മാജിക് ആം വന്നിട്ട് ലൂസാകുന്നു, അങ്ങനെയുള്ള പല കംപ്ലയിൻസും അല്ലെങ്കിൽ അങ്ങനെയുള്ള റിവ്യൂസൊക്കെ ഞാൻ കണ്ടു. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ബെസ്റ്റ് ബൈ ആയിട്ട് എനിക്ക് തോന്നി. ഇത് വാല്യൂ ഫോർ മണി എന്ന് പറയുന്ന ഒരു സാധനമാണ്. കാര്യം നമ്മുടെ Insta360യുടെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ ഈ ട്രൈപോഡ് ബേസ് ട്രൈപോഡിന് വരെ അത്യാവശ്യം നല്ല റേറ്റുമുണ്ട്. അതുപോലെ തന്നെ നമുക്കതിന് മറ്റ് യൂസ് ഒന്നുമില്ല. അപ്പം ഞാൻ അങ്ങനെ ഒരു ട്രൈപോഡ് വാങ്ങണം എന്ന് നോക്കിയിരുന്ന സമയത്താണ് ഞാൻ കുറേ അന്വേഷിച്ചപ്പം എനിക്ക് ഈ ജോബി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഗൊറില്ല പോഡ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ കണ്ടത്. അപ്പം അങ്ങനെ ഞാനിത് നോക്കിയപ്പോൾ ഇത് ഞാൻ വാങ്ങിയത് 1K ആണ്. 1K ഉണ്ട്, 3K ഉണ്ട്, പിന്നെ എബോവ് 6K എന്തോ ഉണ്ട്. അതായത് വെയ്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ 1K 2K എന്നുള്ളത്. പ്രൈസ് അല്ല, റേറ്റാണ്. വെയ്റ്റാണ്, വെയ്റ്റ് കപ്പാസിറ്റി. ഇതാണ് സാധനം. ഇത് വൺ ഓഫ് ദ അടിപൊളി സാധനം. അതായത് നമുക്ക് ഭയങ്കര ഫ്ലെക്സിബിളായിട്ട് എവിടെയും യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പുറത്ത് വല്ലതും ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കിന് ഇപ്പോൾ ഒരു മരക്കമ്പ് കാണുകയാണെങ്കിൽ അതിൽ നമുക്ക് ഹാങ് ചെയ്ത് വെക്കാം. ഫ്ലെക്സിബിളാണ്, നമുക്ക് ഇങ്ങനെ വളച്ചും തിരിച്ചൊക്കെ ചെയ്യാം. ഇപ്പം എനിക്ക് സ്റ്റിയറിങ്ങിൽ ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസിയാണ്. ഇങ്ങനെ 2 സൈഡിൽ നിന്നും എടുത്തിട്ട് സ്റ്റിയറിങ്ങിലേക്ക് വെക്കുക, ഈ ഒരു സാധനം അടിയിലേക്ക് വെക്കുക, അവൻ ഫേമായിട്ട് അവിടെ ഇരുന്നോളും. ഇത് സ്മൂത്തായിട്ടുള്ള ഒരു സർഫസിലാണ്, അതെനിക്ക് കുറച്ചുകൂടെ ടൈറ്റാക്കി വെക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ. നൈസാണ്, നല്ലൊരു പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നിയത്. അപ്പം ഇത് ട്രൈപോഡായിട്ടും യൂസ് ചെയ്യാം, അതല്ലാതെ നമുക്കൊരു മൾട്ടിപ്പിൾ ഹോൾഡർ എന്നുള്ള നിലയിൽ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓൾമോസ്റ്റ് എന്തൊക്കെ സാധനത്തിന് വേണമെങ്കിലും നമുക്കിത് വെക്കാനും പറ്റും. പിന്നെ ഈ ഒരു ഡിസൈൻ ആയതുകൊണ്ട് ഓരോ ഫോൾഡിങ്ങിലും നല്ല ഗ്രിപ്പ് നമുക്ക് കിട്ടുകയും ചെയ്യും. നല്ലൊരു സാധനമാണ്. ഇത് ടെലിസിൻ ബ്രാൻഡിൻ്റെ ഒരു ആക്ഷൻ ക്യാമറ നെക്ക് മൗണ്ട് സെറ്റാണ്. ഈ നെക്ക് മൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫസ്റ്റ് പേഴ്സൺ വ്യൂവിൽ നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. നേരത്തെ ഈ നെക്ക് മൗണ്ട് പക്ഷേ നമ്മുടെ ചെസ്റ്റ് മൗണ്ട് ഉണ്ട്, അത് ഭയങ്കര കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബെൽറ്റ്സും അതും ഇതും പിന്നെ ഊരാനും ഇടാനുമുള്ള ഒരു ഡിഫിക്കൽട്ട് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര എന്താ പറയുക, നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. അത് തന്നെയല്ല, നേരത്തെ എന്ന് പറഞ്ഞാൽ നെക്ക് മൗണ്ട് മാത്രമാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ നെക്ക് മൗണ്ടിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ചെസ്റ്റ് ബെൽറ്റും കൂടി വരുന്നുണ്ട്. അപ്പം അതും കൂടി ആകുമ്പോൾ നല്ല ഫേമായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് വലിയ ഷെയ്ക്കൊന്നും ഇല്ലാണ്ട് സാധനം നിൽക്കും. നല്ലൊരു പ്രീമിയം പ്രോഡക്റ്റാണ്, നല്ല നൈസായിട്ടുണ്ട്, നല്ല സാധനമാണ്, നല്ല മെറ്റീരിയലൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതും ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു അഡാപ്റ്ററും അതുപോലെ ബെൽറ്റും, ചെസ്റ്റ് ബെൽറ്റ്, അത് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ചെസ്റ്റ് ബെൽറ്റും വരുന്നുണ്ട്. നല്ലൊരു പ്രോഡക്റ്റാണിത്. ഇത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇത് നമ്മുടെ ഒരു റിസ്റ്റ് ബാൻഡാണ് സാധനം. അതായത് നമ്മുടെ നോർമൽ ഷൂട്ടിംഗ് ക്യാമുകളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ മെക്കാനിസം. ഇത് വെറുതെ നമുക്ക് ഇങ്ങനെ റിലീസ് ചെയ്തിട്ട് റിലീസ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലേക്ക് ഇതിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് ഈ സാധനവും കൂടി ഇട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമോ വല്ലോ ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഒന്ന് സ്ലിപ്പായിട്ടൊന്ന് പോവുകയാണെങ്കിലും താഴത്തേക്ക് വീഴാണ്ട് രക്ഷപ്പെടും. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു സിമ്പിൾ മെക്കാനിസമാണ്. നെക്സ്റ്റ് ഐറ്റം ഒരു സെക്ഷൻ കപ്പ് മൗണ്ട് തന്നെയാണ്, പക്ഷേ അത് വന്നിട്ട് സോർബീസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ സിംഗിൾ സെക്ഷൻ കപ്പ് മൗണ്ടാണ്. ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് എക്സ്റ്റേണലി യൂസ് ചെയ്യാനായിട്ട് എനിക്ക് അത്ര ധൈര്യമില്ല. യൂസ് ചെയ്യേണ്ടവർക്ക് യൂസ് ചെയ്യാം,
പക്ഷേ ഞാനിത് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഡാഷ്ബോർഡിലും അതുപോലെ നമ്മുടെ ഇൻറ്റേർണലി അല്ലെങ്കിൽ നമ്മുടെ കാറിൻ്റെ ഇൻറ്റീരിയേഴ്സിലൊക്കെ ഇതേപോലുള്ള വിൻഡോസിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെയുള്ള അല്ലെ സ്മൂത്ത് സർഫസിലൊക്കെ നമുക്ക് സക്ഷൻ കപ്പ് യൂസ് ചെയ്തിട്ട് മൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിസമാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ മൗണ്ട് ചൂസ് ചെയ്തത്. ഇത് ഒരു സിംഗിൾ സെക്ഷൻ കപ്പ് മാജിക് ആം, പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് കണക്ട് ചെയ്യാവുന്ന ഒരു മൊബൈൽ ഹോൾഡർ വേണമെങ്കിൽ മൊബൈൽ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്വാർട്ടർ ത്രെഡ് യൂസ് ചെയ്തിട്ട് ആക്ഷൻ ക്യാം യൂസ് ചെയ്യാം. Insta360 ക്യാമിൻ്റെ സ്ക്രീൻ ഗാർഡാണ് ഇത്. ഈ ബ്രാൻഡ്, ഈ പോപ്പിയോ എന്ന് പറയുന്ന ബ്രാൻഡ് നല്ലൊരു ബ്രാൻഡാണ്. നല്ല റിവ്യൂസും കാര്യങ്ങളും ഉണ്ട്. വലിയ പൈസയുമില്ല, നിസ്സാര പൈസയും ഉള്ളൂ. ഇത് നമുക്ക് തന്നെ ക്യാമിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. അതായത് അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഗൈഡ് ലൈൻ സ്റ്റിക്കേഴ്സും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ഞാൻ ഒരു എക്സ്പീരിയൻസും ഇല്ലാണ്ട് ഈ സാധനം ചെയ്തിട്ട് എന്താ പറയുക, ഒരു കുഞ്ഞ് ബബിള് പോലും ഉണ്ടായില്ല. അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റി. നല്ല പ്രോഡക്റ്റാണ് ഇത്. ഒരാവശ്യവും ഇല്ലാത്ത എന്നാൽ ഭയങ്കര ആവശ്യമുള്ളൊരു സാധനമാണ് ഇത്. ശരിക്കും നമ്മുടെ നാട്ടിലെ ആൾക്കാർ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡോഗ് ലീഷാണ് സാധനം. ഇത് വെറുതെ പട്ടീനെ കെട്ടിയിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്ന സാധനമാണ്. പക്ഷേ എൻ്റെ യൂസ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്റ്റേണലി അല്ലെങ്കിൽ ഈ സക്ഷൻ കപ്പ് മൗണ്ട് വെച്ചിട്ട് നമ്മൾ എക്സ്റ്റേണലി വണ്ടിയുടെ വെളിയിൽ, അതായത് പുറത്തോ ടോപ്പിലോ സൈഡിലോ ഒക്കെ ആയിട്ട് നമ്മൾ ആക്ഷൻ ക്യാം മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സെക്യൂർ ആക്കി വെക്കാനായിട്ട് നമുക്കൊരു കേബിൾ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് അറ്റാച്ച്മെൻറ്റ് നമുക്ക് ആവശ്യമാണ്. അപ്പം പല ടൈപ്പിലുള്ള അറ്റാച്ച്മെൻറ്റ്സ് നോക്കിയിട്ടും ഇപ്പം ചെറിയ ടൈപ്പ് ലാനിയാർഡും സാധനങ്ങളും അങ്ങനെയൊക്കെ കിട്ടി. പക്ഷേ അതിൻ്റെ ലോക്കൊക്കെ വരുന്നത് ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഇതാകുമ്പോൾ വലിയ തിക്നെസ് ഇല്ല, ഈ സാധനം നൈസാണ്. അതുപോലെ തന്നെ 15 ഫീറ്റ് ലെങ്ത്തും ഉണ്ട്. അപ്പം നമുക്ക് ഒരു സൈഡിൽ നിന്ന് മാത്രമല്ല 2 സൈഡിൽ നിന്ന് വിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ കേസ് നമ്മുടെ സക്ഷൻ കപ്പ് മൗണ്ട് നമ്മളെ ചതിച്ചെങ്കിലും എങ്ങാനും അങ്ങനെ വല്ലതും സംഭവിച്ചു പോയെന്ന് പറഞ്ഞാൽ ക്യാം താഴത്ത് വീഴാണ്ട് കറക്റ്റ് സെൻട്രലായിട്ട് 2 സൈഡിൽ നിന്ന് ഹോൾഡ് ചെയ്യത്തക്ക രീതിയിൽ നമുക്കിത് സെക്യൂർ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ വേറെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം കാണിക്കാൻ മറന്നു. Insta360യുടെ ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്ക്. ഇത് 120 സെൻറ്റിമീറ്റേഴ്സ് ലെങ്ത്ത് വരുന്ന ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്കാണ്. ഇത് നമ്മുടെ ഇതിൻ്റെ കൂടെ ആക്ഷൻ ക്യാമിൻ്റെ ബണ്ടിലിൻ്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ സാധനമാണ്. ഐ മീൻ ഫ്രീ അല്ല, അതിന് നമ്മൾ പേ ചെയ്തിട്ടുണ്ട്. ആ ഒരു ബണ്ടിലിൽ നമുക്ക് വന്ന സാധനമാണ്. ഉലാൻസി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ക്വിക്ക് റിലീസ് മാഗ്നറ്റിക് മൗണ്ടുകളാണ്. ഇത് നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് സെൽഫി സ്റ്റിക്കിലോ മറ്റുമൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സെൽഫി സ്റ്റിക്കിൽ നിന്ന് ക്യാം ഒന്ന് മാറ്റി ഒന്ന് വേറെ ഒരു സെൽഫി സ്റ്റിക്കിലേക്ക് അല്ലെങ്കിൽ ഒരു മൗണ്ടിലേക്ക് നമുക്ക് വെക്കണമെങ്കിൽ നമ്മളിങ്ങനെ ത്രെഡിൽ പിരിച്ച് നമ്മൾ ഒരുപാട് ടൈം പോകും. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇതുപോലത്തെ ക്വിക്ക് റിലീസ് മാഗ്നറ്റിക് മൗണ്ടുകൾ. ഒരു മെയിൽ ഫീമെയിൽ കണ്ടൻറ്റ് പോലെയാണ്. 2 പീസസ് ഉണ്ടാവും. ഇത് നമ്മൾ ലോക്ക് ചെയ്യാം. ഇതിൻ്റെ ത്രെഡ് വരുന്നത് ഈ ഒരു സ്ട്രാപ്പ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ട്രാപ്പാണ്. ഇത് നമുക്ക് ധൈര്യമായിട്ട് ഇതുപോലെയുള്ള ക്യാമിൻ്റെയൊക്കെ കൂടെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ക്യാമിലേക്ക് നമ്മളിത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് എക്സ്റ്റേണലി മൗണ്ട് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ഡോഗ് ലീഷ് കണക്ട് ചെയ്ത് സേഫായിട്ട് താഴെ വീഴാതെ നമുക്ക് രക്ഷപ്പെട്ട് കിട്ടും. രക്ഷകനാണ് സാധനം, രക്ഷകൻ. ഇത് Insta360യുടെ 3 മീറ്റർ ലെങ്ത്തുള്ള ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്കാണ്. മെയ്ഡ് ഓഫ് കാർബൺ ഫൈബറാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്. നമുക്ക് ഡ്രോൺ ഷോട്ടുകളൊക്കെ എടുക്കാനായിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു ഗാഡ്ജറ്റിൽ ഒന്നാണ് ഈ സാധനം. ഇത് Insta360യുടെ ബ്രാൻഡിൽ നിന്ന് തന്നെയുള്ള പ്രൊട്ടക്റ്റീവ് യൂട്ടിലിറ്റി കേസാണ്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഒന്ന് താഴത്തേക്കൊക്കെ വീണ് കഴിഞ്ഞാലും ലെൻസ് എന്തായാലും പോകും. പിന്നെ Insta360 X5ൻ്റെ പുതിയ മോഡലിൽ നമുക്ക് ലെൻസ് കിറ്റ് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടും. അതുകൊണ്ട് ലെൻസിൻ്റെ കാര്യം പിന്നെ സമാധാനമുണ്ട്. പക്ഷേ ക്യാം താഴത്ത് വീണ് വരുന്ന ഡാമേജസ് ഒക്കെ ഇവൻ പ്രൊട്ടക്റ്റ് ചെയ്തോളും.